ഹലോ, നമ്മൾ ദോശയിൽ തന്നെ പല വെറൈറ്റികൾ ചെയ്യാറുണ്ട്. അതുപോലെ ഞാനൊരു കോമ്പറ്റീഷന് പങ്കെടുത്ത സമയത്ത് ചെയ്ത ദോശൻ്റെ ഒരു വെറൈറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ബിരിയാണി ദോശയും മസാല വർമ്മയും. അപ്പോൾ ബിരിയാണി ദോശ ചെയ്തിട്ടുണ്ടായത് ചെമ്മീൻ മസാല വെച്ചിട്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് നമുക്കിവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ചെമ്മീനൊക്കെ ചെറിയ പീസായി കട്ട് ചെയ്ത് മുളകും മഞ്ഞളും ഉപ്പും പെരക്കിയിട്ട് ഒന്ന് നല്ല പോലെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ഈ ചെമ്മീനൊക്കെ ഇട്ടെടുത്തിട്ട് നല്ല പോലെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചെമ്മീനൊക്കെ ഇതാ നല്ല പോലെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള, എരിവിനാവശ്യമായ പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി ഇതിലിട്ട് വഴറ്റി കൊടുക്കാം. ഞാൻ ഈ ബിരിയാണി ദോശ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ചെയ്തത് ആ കോമ്പറ്റീഷന് പോയ സമയത്തായിരുന്നു. അതിന് മുൻപ് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കിയോ ട്രയൽ നോക്കിയോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവയും ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ അടപ്പ് തുറന്നിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അതും ചേർത്ത് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിന് മുകളിൽ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്ത് അതൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കണം. ദോശമാവൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ദോശമാവ് ദോശക്കല്ലിൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് ദോശ നന്നായി മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചെമ്മീൻ മസാല ഇട്ട് കൊടുക്കാം. ഈ മസാലയുടെ മുകളിലായിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്ത ഒണിയനും മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുക്കില്ല, അതുപോലെ ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിത് രാവിലെ തന്നെ ആയതുകൊണ്ട് കുട്ടികളൊന്നും അത് കഴിക്കില്ല, അതുകൊണ്ട് അത് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ അന്ന് കോമ്പറ്റീഷന് ചെയ്ത സമയത്ത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ അടുത്ത ദോശയും ചുട്ടെടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്പൈസി ദോശ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മളെപ്പോഴും ദോശമാവൊക്കെ വീട്ടിലുണ്ടാവുന്നതല്ല, അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഞാൻ അന്നത്തെ കോമ്പറ്റീഷൻ്റെ ചെറിയ ഫോട്ടോസൊക്കെ ഒന്ന് ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.